സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. സബ്സിഡിയായി നൽകി വന്ന 13 ഇനം സാധനങ്ങൾക്കാണ് വില വർദ്ധിക്കുക. 55% സബ്സിഡി 35%ആക്കി സർക്കാർ കുറച്ചു. വില വർദ്ധിപ്പിക്കണമെന്ന ഭക്ഷ്യവകുപ്പിന്റെ നിർദ്ദേശം മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു. അതേസമയം സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്ന ഈ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഭക്ഷ്യമന്ത്രിയും രംഗത്തെത്തി. വില വർധന ജനങ്ങളെ ബാധിക്കില്ല എന്നാണ് GR അനിൽ പറഞ്ഞത്. മാർക്കറ്റ് വിലയിൽ നിന്ന് 26% വില വ്യത്യാസം തീരുമാനിച്ചെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് 35% വില കുറച്ച് ജനങ്ങൾക്ക് 13 നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. 5 വർഷക്കാലം വില കുറയ്ക്കില്ല തീരുമാനിച്ചു. ഞങ്ങൾ 5 വർഷക്കാലവും ഒരു വില വ്യത്യാസവും വരുത്തിയില്ല. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രമീകരണം വരുത്തണമെന്നുള്ള അഭിപ്രായം അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് 3 മാസത്തിലൊരിക്കൽ പരിശോധിക്കും. കുറയുന്നതനുസരിച്ച് കുറയ്ക്കും, 30% കുറയ്ക്കും. കൂടുന്നതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ ചിലത് ക്രമീകരിക്കേണ്ടി വരും. അതല്ല ഇതൊരു സ്ഥായിയായി 5 വർഷമോ സ്ഥായിയായി 2 വർഷമോ സ്ഥായിയായി 1 വർഷത്തേക്കോ അല്ല. ഇത് നമുക്ക് 3 മാസത്തിലൊരിക്കൽ സാധാരണ അങ്ങനെയാണ് റിവ്യൂ നടത്താറുള്ളത്. പൊതുപ്രസ്ഥാനങ്ങൾ താഴിട്ട് പൂട്ടുന്നതല്ല, ആ പൊതുപ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ആ നിലപാട് തന്നെ ഗവൺമെൻറ് സ്വീകരിക്കും. ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ്. വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് മാവൂർ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ജനങ്ങൾക്കൊപ്പമാണ് പിണറായി സർക്കാർ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പിഴിയുന്ന രീതിയിലേക്കാണ് ഓരോ സംഭവങ്ങളും പോകുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഈ സപ്ലൈകോയുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. 13 സബ്സിഡി സാധനങ്ങൾക്കാണ് വില വർദ്ധിച്ചത്. അവിടെ എന്തായാലും വലിയൊരു വിലവർധന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അരി മുതൽ പഞ്ചസാര വരെ അല്ലെങ്കിൽ ഉഴുന്ന് അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ടാണെന്ന് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോ ഔട്ട്ലെറ്റായ റോഡിലെ ഔട്ട്ലെറ്റാണ്. ഇവിടെ പ്രധാനമായും എടുത്തു പറയേണ്ടത് വെളിച്ചെണ്ണ, അരി, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ തന്നെയാണ്, സബ്സിഡി ഇനത്തിൽപ്പെട്ട സാധനങ്ങൾക്കാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയും, ഇവിടെ സബ്സിഡി ഇനത്തിൽപ്പെട്ട വെളിച്ചെണ്ണ മാത്രമാണ് ഇവിടെ ഇപ്പോൾ വിതരണം ചെയ്യപ്പെടുന്നത്. ആളുകളൊക്കെ തന്നെയും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബാക്കി സബ്സിഡി ഇനത്തിൽപ്പെട്ട ഒരു ഉൽപ്പന്നങ്ങളും ഇവിടെയില്ല. നമ്മൾ നിരവധി തവണ ഈ കാര്യങ്ങളൊക്കെ തന്നെയും വെച്ച് ഇവിടെ നിന്ന് തന്നെ ലൈവ് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും എടുത്തു പറയേണ്ടത് വെളിച്ചെണ്ണ ഉൽപ്പന്നങ്ങൾ, നമ്മൾ കാണുന്നത് പോലെ സബ്സിഡി ഇനത്തിൽപ്പെട്ട വെളിച്ചെണ്ണ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ലഭ്യമാവുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ വെളിച്ചെണ്ണ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് പ്രധാനമായും സബ്സിഡി ഇനത്തിൽപ്പെട്ട ഇവിടെ ഉള്ളത്. ബാക്കി അരി, പഞ്ചസാര തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. ആളുകളുടെ പ്രതികരണം എടുക്കുവാൻ നമുക്ക് ഇപ്പോൾ തൽക്കാലം സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം ആളുകളൊക്കെ തന്നെയും മടങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ റാക്കുകളിലൊക്കെ തന്നെയും ഒഴിഞ്ഞ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത്. നിലവിൽ പ്രധാനമായും ആളുകളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പ്രധാനമായും സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്നൊരു കാര്യം വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പ്രകടന പത്രികയൊക്കെ തന്നെയും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. വില വർദ്ധിപ്പിക്കില്ലെന്ന ഇടതുപക്ഷ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് ലംഘിച്ചത്. 1525 കോടി രൂപ സർക്കാർ സപ്ലൈകോയ്ക്ക് സബ്സിഡി ഇനത്തിൽ ഇപ്പോൾ നിലവിൽ നൽകാനുണ്ട്. ഇത് ലഭിക്കാതെ സബ്സിഡി നൽകി മുന്നോട്ട് പോകാനാകില്ലെന്നാണ് സപ്ലൈകോയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, വിതരണക്കാർക്ക് മാത്രമായി സപ്ലൈകോ നിലവിൽ നൽകാനുള്ളത് 500 കോടിയിലധികം രൂപയാണ്. ഇത് കൊടുക്കാതെ ഇത്തരത്തിൽ സപ്ലൈകോയിലെ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ വിതരണം ചെയ്യപ്പെടില്ല എന്നൊരു കാര്യമാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. രജനി, നമ്മൾ ഈ കണ്ട റാക്കുകളിലൊക്കെ തന്നെയും ഒരു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുമില്ല. നിരവധി ആളുകൾ സപ്ലൈകോയിൽ വരുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുവാനാണ് അവർ വരുന്നത്. എന്നാൽ ഈ സാധനങ്ങൾ ഒന്നും തന്നെ വാങ്ങാൻ കഴിയാത്ത രീതിയിൽ അവർ മടങ്ങി പോകുന്ന ഒരു സാഹചര്യം. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ മുതലായ വസ്തുക്കൾക്കൊക്കെ തന്നെയും വലിയൊരു വിലവർധനവാണ് ഇനി ഉണ്ടാവുന്നത്. 55% സബ്സിഡി ഉണ്ടായിരുന്നത് അത് 35% ആക്കി മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ തന്നെയും സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിയായി തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഇപ്പോൾ നിരവധി ആളുകൾ ഈ സപ്ലൈകോയിൽ വന്നിരുന്നു. ഇവരൊക്കെ തന്നെയും മടങ്ങി പോകുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. രജനി,
ജസ്ന, ഇപ്പോൾ നമ്മുടെ ഈ ബ്രേക്കിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട് ഓരോ സാധനങ്ങളുടെയും വില കൂടിയത്, ക്രമാതീതമായിട്ടാണ് ഓരോ സാധനങ്ങളുടെയും വില കൂടിയത്. ഇപ്പോൾ എടുത്തു പറയേണ്ടതൊക്കെയാണെന്നുണ്ടെങ്കിൽ അരി പോലും വാങ്ങിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ജയരിയുടെ വില തന്നെ 25 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത് ഒറ്റയടിക്ക്. ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ എന്താവും? ഒപ്പം ഈ സപ്ലൈകോയിൽ ഒരു സാധനങ്ങൾ പോലുമില്ല. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സപ്ലൈകോയാണ്. ആ വിതരണമാണ് അമ്പാട് നിലച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വില വർധനവ് കൂടെ വരുമ്പോഴേക്ക് ഒരു മനുഷ്യർ, നേരത്തെ ദിസ്ന പറഞ്ഞതുപോലെ തന്നെ, ഒരു മനുഷ്യർ അതിലേക്ക് വരാനുള്ള സാധ്യതകളും കാണുന്നില്ല. തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 10:45 സമയം അടുത്തിരിക്കുന്നു. ഇതുവരെയായിട്ടും ഈ സപ്ലൈകോയിൽ ആരും തന്നെ സാധനം വാങ്ങാൻ വന്നവരൊക്കെ തന്നെയും മടങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇവിടെ കണ്ടിരുന്നത്. പ്രതികരണമൊക്കെ തന്നെയും നമ്മൾ ചോദിക്കുമ്പോൾ ആരും തന്നെ പ്രതികരണം നൽകാൻ കൂട്ടാക്കാത്ത ഒരു അവസ്ഥയാണ്. അവർ പറയുന്നത് ഇത്രയും നാളായിട്ടും ഇത്രയും വർഷം ഭരണം നടത്തിയിട്ടും വീണ്ടും മനുഷ്യന്റെ വയറ്റത്തടിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഒന്നാണ് സപ്ലൈകോ. ഈ സപ്ലൈകോയിൽ വിലവർധനം ഉണ്ടായാൽ ഞങ്ങൾ എവിടെ പോകണമെന്നൊരു ചോദ്യമാണ് ആളുകളൊക്കെ തന്നെയും ചോദിക്കുന്നത്. ഇവിടെ പ്രധാനമായും ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും കാണാം. നമ്മൾ പലതവണ ഈ മാവൂർ റോഡിലെ സപ്ലൈകോയിൽ നിന്നും ലൈവ് തന്നിട്ടുള്ളതാണ്. അവശ്യ വസ്തുക്കൾ ഇല്ലാത്തതിന്റെ ഒരു കാരണം നമ്മൾ ലൈവ് തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു സബ്സിഡി ഇനത്തിൽപ്പെട്ട ഒരു സാധനവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രധാനമായും വെളിച്ചെണ്ണ മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി അരി, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങളൊന്നും തന്നെ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിലില്ല. ഈ അരി, പഞ്ചസാരയും മറ്റ് ആവശ്യങ്ങൾക്കുമായി വരുന്ന ആളുകളൊക്കെ തന്നെയും മടങ്ങി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കാലിയായി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സപ്ലൈകോയും ആരും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയുമാണ് നിലവിലുള്ളത്. വിലവർധനമാണെങ്കിൽ ഇരട്ടിയിലധികവുമാണ്. ഇതൊക്കെ തന്നെയും സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എന്തായാലും ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളൊക്കെ തന്നെയും തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ആളുകളുടെ പ്രതികരണം എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ആരും തന്നെ പ്രതികരിക്കാൻ നിൽക്കാത്തൊരവസ്ഥയിലാണ്. രാവിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വില കൂടുന്നതൊന്നും ജനങ്ങളെ ബാധിക്കില്ല, അതൊന്നും തന്നെ അവരെ ബാധിക്കില്ല. കാരണം സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നതല്ല ഈ ഒരു വില വർധനമെന്നാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ, ട്രാക്കുകളെല്ലാം തന്നെ ഒഴിഞ്ഞു കിടക്കുന്നു. ഈ വില വർധനവ് വന്ന മാധ്യമങ്ങളിലടക്കം ഈ വില വർധനവ് വന്നതിനെ തുടർന്ന് ഒരു മനുഷ്യർ പോലും അവിടേക്ക് എത്തുന്നുമില്ല. തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മനുഷ്യരും എത്താത്തൊരവസ്ഥ തന്നെയാണ് ഈ സപ്ലൈകോയിൽ. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ്. കാലിയായി ഒഴിഞ്ഞു കിടക്കുന്ന റാക്കുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെയൊക്കെ തന്നെയും വിവിധ തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാവേണ്ട ഒരു സപ്ലൈകോയാണ്. നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഒരു തരത്തിലുള്ള സാധനങ്ങളും ഇപ്പോൾ നിലവിലില്ല. പ്രത്യേകിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തൊരവസ്ഥ. എന്നിട്ടും ഈ സബ്സിഡി 35%ത്തിലേക്ക് 55-ൽ നിന്നും 35% വെട്ടിക്കുറച്ചൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ പോലും എത്തിക്കാതെ, അതായത് വിതരണക്കാർക്ക് 500 കോടിയിലധികം രൂപ സപ്ലൈകോയിൽ നിന്നും നൽകുവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ എത്താത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മന്ത്രി സാധാരണക്കാർക്ക് കുഴപ്പമില്ലെന്ന് പറയുമ്പോഴും സാധാരണക്കാർ ഒന്നും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികരണം എടുക്കുവാൻ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആകെ ഈ സപ്ലൈകോയിൽ 2-3 ആളുകളാണ് ഇന്ന് രാവിലെയായി വന്നിട്ടുള്ളത്. അതും സബ്സിഡി ഇനത്തിൽപ്പെട്ട സാധനങ്ങൾ വാങ്ങുവാനാണ് അവർ ഈ സപ്ലൈകോയിൽ എത്തിയത്. പക്ഷേ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ മടങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, അവർ പറയുന്നത് അരി, പഞ്ചസാര, വെളിച്ചെണ്ണ മുതലായ പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ആവശ്യമുള്ളത് അരിയാണ്. ഈ അരിക്ക് പൊതുമാർക്കറ്റിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ വലിയ വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോഴാണ് ഈ അരി പോലുള്ള നിത്യോപയോഗ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി സാധാരണക്കാർ സപ്ലൈകോയെ ആശ്രയിക്കുന്നത്. ഈ സപ്ലൈകോയിൽ എത്തിയിട്ടും യാതൊരു തരത്തിലുള്ള വിലക്കുറവും ഉണ്ടാവുന്നില്ല. മാത്രമല്ല സാധനങ്ങൾ ലഭ്യമാകാത്തൊരു സാഹചര്യം. അരി, പഞ്ചസാര മുതലായ ഒരു സാധനങ്ങളും ഈ സപ്ലൈകോയിൽ ഇല്ലാത്തൊരു സാഹചര്യം. ആകെയുള്ളത് വെളിച്ചെണ്ണ മാത്രമാണ്. ഈ വെളിച്ചെണ്ണ കൊണ്ട് തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. രജനി, ശരി, ഏതായാലും ഈ സപ്ലൈകോയിലുള്ള സ്ഥാപനം ഇനി എന്തിനു വേണ്ടിയിട്ടാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്, ഈ ഒരു സ്ഥാപനം ഈ രീതിയിലേക്ക് എങ്ങനെ എത്തി എന്നടക്കം
മന്ത്രി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ഒഴിവൊഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്. ഇനി 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ടും മന്ത്രി പറയുന്നത്, അതിനെ ന്യായീകരിക്കുന്നത് ഇത് ജനങ്ങളെ ബാധിക്കില്ല എന്നാണ്. കുറച്ചും കൂടെ കാര്യമായിട്ട് ഇതിനെ നോക്കിക്കാണേണ്ട മന്ത്രി തന്നെയാണ്. ഈ രീതിയിൽ പറഞ്ഞാൽ ജനങ്ങൾ എങ്ങോട്ട് പോകും എന്നാണ് നോക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ കോഴിക്കോട് മാവൂർ റോഡിലെ സപ്ലൈകോയിൽ ഒരു സാധനങ്ങളുമില്ല. ഒപ്പം വിലവർധന വന്നതിന് ശേഷം ജനങ്ങൾ അവിടേക്ക് എത്തുന്നുമില്ല. ദസ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.